നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ബ്രസീൽ നാഷണൽ ടീമിനെ കൊണ്ടാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇഷ്ടംപോലെ റീൽസ് എല്ലാം കാണുന്നുണ്ട്. ബ്രസീലിന് എന്ത് പറ്റി, ബ്രസീലുകാരെ അർജൻറ്റീനക്കാർ തമാശാക്കിയിട്ട് അർജൻറ്റീന ഫാൻസ് ബ്രസീലിനെയും ബ്രസീൽ ഫാൻസ് പഴയ കളി ഇട്ടിട്ട് അർജൻറ്റീന ഫാൻസിനെല്ലാം തമാശാക്കിയിട്ടുള്ള കുറേ റീൽസ് എല്ലാം കണ്ടു. അപ്പോൾ ഇത് കളിയും ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ മാർച്ച് 26 കളി കഴിഞ്ഞിരുന്നു ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ. അപ്പോൾ അതിലെന്ന് വെച്ചാൽ 4-1 സ്കോർ. റിസൾട്ടിൽ നമുക്ക് വലിയ ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ആ ലെവലിൽ തന്നെ തോക്കുമായിരുന്നു എന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഈ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രസീലിനെ കൊണ്ടാണെങ്കിലും ഒരളവ് പോലെ നമുക്ക് അർജൻറ്റീന യൂസ് ചെയ്യാമല്ലോ. എന്തായാലും അവർ എല്ലാ വർഷവും ഏറ്റവും അധികം തമ്മിൽ കൂട്ടിമുട്ടുന്ന ടീമാണ്. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഉണ്ടാവും, കോപ്പ അമേരിക്ക ഉണ്ടാവും, പിന്നെ ഫ്രണ്ട്ലി, പിന്നെ സൂപ്പർ കോപ്പ എന്നു പറഞ്ഞിട്ടുള്ള കളിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ബ്രസീൽ ഫാൻസ് ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ 2014, 2010, 2006 ആ ടീമിലൊക്കെ അർജൻറ്റീനൻ ടീമിന് ഭയങ്കര കുറേ ഫെയിലിയേഴ്സ് ഉണ്ടായ ടൈമാണ്. 2014 അവർ വേൾഡ് കപ്പിൽ ഫൈനലെല്ലാം കളിച്ചിട്ടുണ്ട്. എന്നാലും ആ ടൈമിൽ കുറേ അർജൻറ്റീനൻ്റെ ഫാൻസെല്ലാം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ അവർക്ക് ടെൻഷൻ അടിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ അർജൻറ്റീനൻ ടീം സെലക്ഷനിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ ആ ടൈമിലുണ്ടായിരുന്നു. 2006 വേൾഡ് കപ്പിലെല്ലാം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു റിക്കൽമിന കളി ജയിക്കേണ്ട അവസ്ഥയിൽ ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിക്ക് എതിരെ റിക്കൽമിന ഒരു 70ാമത്തെ മിനിറ്റിൽ ആ കോച്ച് തിരിച്ചു പിടിച്ചു. അതിനുശേഷം പിന്നെ എപ്പോഴും വരുന്ന ഗോളികളെല്ലാം വളരെ മിസ്റ്റേക്ക് ഗോളികളിലായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ബ്രസീൽ ടീമിന് അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ബ്രസീൽ ടീമിന് ഇപ്പോഴുള്ള പ്ലേയേഴ്സിനെ മാറ്റിയിട്ട് എടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച പ്ലേയേഴ്സാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് പോലും ബ്രസീൽ ടീമിന് ഒരിക്കലും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആരും നമുക്ക് അവരെ ബ്രസീലിൻ്റെ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഒന്നും നമുക്കറിയില്ല. എന്നാലും ബ്രസീലിൻ്റെ ഇപ്പോഴുള്ള പ്ലേയേഴ്സിനെയും മുമ്പുള്ള പ്ലേയേഴ്സിന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ എന്ന് പറഞ്ഞ പ്ലെയർ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് കളിക്കുന്നതാണ്. ഇപ്പോൾ ഉള്ള റയൽ മാഡ്രിഡ് ഫാൻസിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അത്യാവശ്യം. പക്ഷേ അതേ പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ് കിലിയൻ എംബാപ്പെ. PSG-ന്ന് റയൽ മാഡ്രിഡിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഭയങ്കര ഇതുണ്ടായി. എന്താ പറഞ്ഞാൽ ആ പൊസിഷനിൽ എംബാപ്പൻ്റെ അത്ര വിനീഷ്യത്തിന് കളിക്കാൻ കഴിയുന്നില്ല. അതായത് രണ്ടാൾ തമ്മിലുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. വിനീഷ്യസിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പിന്നെ റയൽ മാഡ്രിഡിന് കളിക്കുന്ന അത്യാവശ്യം മീഡിയ ഹൈപ്പ് ഉണ്ട്. അങ്ങനെ ബാലൺ ഡിയോർ ലിസ്റ്റെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് തോന്നിയിരുന്ന അത്ര നല്ല പ്ലെയർ അല്ല. പിന്നെ നെയ്മറിന് പരിക്കാണ്. പിന്നെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുണ്ടെന്ന് വെച്ചാൽ 2010 വരെ അല്ലോ, 2014 വരെ തന്നെ ബ്രസീൽ ടീമിൻ്റെ ഫസ്റ്റ് ലെവലിൽ പ്രീമിയർ ലീഗിലുള്ള മിഡ് ടേബിൾ ക്ലബിലുള്ള പ്ലേയേഴ്സ് ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. മിഡ് ടേബിളല്ല, പൊതുവെ പ്രീമിയർ ലീഗിലേ കളിക്കില്ലായിരുന്നു പണ്ടത്തെ നല്ല ബ്രസീലിയൻ പ്ലേയേഴ്സൊന്നും. ഈവൻ സെവില്ല എന്ന് പറഞ്ഞ ക്ലബ്ബ് നമ്മളെ സ്പാനിഷ് ലീഗിലുള്ള ചെറിയ ക്ലബ്ബാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കളിക്കുന്ന പ്ലേയേഴ്സ് പോലും ഇവർക്ക് വേണ്ടിയിട്ട് കളിക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കണ്ട ജോയ് ലിട്ടൺ എന്ന് പറഞ്ഞ പ്ലെയർ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ പ്ലെയറാണ്. പിന്നെ കുൻഹ, അതൊരു വോൾവർഹാംപ്ടണിൻ്റെ പ്ലെയർ, അവരൊക്കെയാണ് ഫസ്റ്റ് ലെവലിലുള്ളത്. അതന്നെ നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചല്ല, ബ്രസീൽ ടീമിൻ്റെ ഒരു കെമിസ്ട്രിനെ കുറിച്ചാണ് ഞാൻ ഈ കാര്യം ഉദ്ദേശിക്കുന്നത്. അതായത് പണ്ടല്ലോ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ്, AC മിലാൻ, ഇൻ്റർ മിലാൻ, ഈ 3 ടീമിൽ നിന്നാണ് ബ്രസീലിൻ്റെ മെയിൻ പ്ലേയേഴ്സ് അധികം ഉണ്ടായി. ഞാൻ പറഞ്ഞ സ്പെസിഫിക്. പിന്നെ ബാർസൻ്റെ പ്ലേയേഴ്സ് ഉണ്ടാവും. റൊണാൾഡീഞ്ഞോലും ബാർസയിൽ കളിച്ചത്, റിവാൾഡോ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ആ പൊസിഷനിൽ അവരെ ഇപ്പോൾ AC മിലാൻ്റെ വിങ് ബാക്ക് ആയിരുന്നു കഫു എന്ന് പറഞ്ഞ പ്ലെയർ. AC മിലാൻ്റെ ലെജൻഡ് വിങ് ബാക്കുകളിലുള്ള ലെജൻഡാണ്. പക്ഷേ അതേസമയം ഇപ്പോഴുള്ള വിങ് ബാക്സ് ആയാലും പിന്നെ ബാക്സ് എല്ലാം എന്ന് പറഞ്ഞാൽ മുരില്ലോ എന്ന് പറഞ്ഞ പ്ലെയർ, ആ പ്ലെയറെല്ലാം കളിക്കുന്നത് നോട്ടിംഗ്ഹാമിനെല്ലാം കളിക്കുന്ന പ്ലെയറാണ് ഇപ്പം കളിക്കുക. അതായത് ക്വാളിറ്റിൻ്റെ ഡിഫറൻസ് ആണ് മെയിനായിട്ടുള്ള ബ്രസീലിൻ്റെ ഒരു അലട്ടുന്ന പ്രധാന ഘടകം. പിന്നെ നെയ്മറിന് എപ്പോഴും പരിക്കാണ്. പിന്നെ അതുപോലെ ഒരു വലിയ വീഡിയോ ആയിട്ട് നെയ്മറിൻ്റെ കളിനെ കൊണ്ടല്ലോ വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു കണ്ടൻ്റാണ്. അതിനെക്കൊണ്ട് നമ്മൾ ഇപ്പം പറയുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ, പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചു വരാൻ കഴിയുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ
ക്വാളിറ്റിയിലുള്ള കുറവാണ്. അത് ചിലപ്പം 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ ടീം തിരിച്ചു വരാം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ബ്രസീലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമെല്ലാം ഡൗട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ മെയിൻ നമ്മൾ പറയുക ഫ്ലാങ്സിന് കളിക്കുന്ന പ്ലേയേഴ്സാണ് റാഫീനയും വിനീഷ്യസും. അതിൻ്റെ അകത്ത് റാഫീന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ഭയങ്കര ബാർസ ടോപ്പിലുള്ളതുകൊണ്ട് നല്ല കളി എന്നെല്ലാം പറയുന്നു. പക്ഷേ എനിക്ക് ഒരു എബോവ് എവറേജ് പ്ലെയറായിട്ടൊന്നും എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ ബാസയിൽ പോലും യമാൽ കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡോ തേർഡോ ആണ് അവരെ കൊണ്ട് പറയൽ. പണ്ട് അങ്ങനെയല്ല. ബ്രസീലിൻ്റെ ഒരു പ്ലെയർ, നാഷണൽ ടീം കളിക്കുന്ന ഒരു പ്ലെയർ, ഈവൻ സ്റ്റോപ്പേഴ്സ് ആയാൽ പോലും വിങ് ബാക്കുകളല്ല, ആ ടീമിൻ്റെ മെയിൻ പ്ലെയേഴ്സ് അല്ല, ലെജൻസ് ആയിരിക്കും. ഇപ്പോൾ റയൽ മാഡ്രിഡിൽ റോബർട്ടോ കാർലോസ്, AC മിലാനിൽ കഫു, പിന്നെ അതേപോലെ കുറേ പ്ലെയേഴ്സ്. എനിക്ക് പെട്ടെന്ന് ലൂസിയോലോ ഏതോ ക്ലബിലാണ് കളിച്ചത്. കാരണം അസാധ്യ പ്ലെയറാണ് ലൂസിയോ. ഇപ്പം ഞാൻ പഴയൊരു വീഡിയോ എടുക്കുന്ന നേരം അത് സ്റ്റോപ്പർ കളിക്കുന്ന പ്ലെയറാണ് ലൂസിയോ കഫുവിൻ്റെ ജനറേഷൻ്റെ തൊട്ട് താഴെയുള്ള ജനറേഷനാണ്. ഒരു വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ലാസ്റ്റ് ബ്രസീലുകാർ തട്ടി കളിച്ചിട്ട് അവസാനം 2 പ്ലെയേഴ്സിനെ ഈ ലൂസിയോ ഡ്രിബിൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫോർവേഡ് ഡ്രിബിൾ ചെയ്യുന്ന, ഇപ്പോഴുള്ള ബ്രസീലിലെ ഫോർവേഡ്സ് പോലും അങ്ങനെയൊന്നും ഡ്രിബിൾ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ എല്ലാ പൊസിഷനുകളിലും എനിക്ക് ബ്രസീലിൻ്റെ കുറേ പ്ലെയേഴ്സിൻ്റെ എനിക്ക് പേര് മറന്നുപോയി. അല്ലെങ്കിൽ എല്ലാ പ്ലെയേഴ്സും നമുക്ക് അത്രത്തോളം ഫേമസ് അല്ലാത്ത പ്ലെയേഴ്സ് പോലും, അതായത് റൊണാൾഡോ, റിവാൾഡോ, റൊമാരിയോ, റൊബീഞ്ഞോ, അതൊന്നും ലെവലില്ലാത്ത പ്ലെയേഴ്സ് പോലും നല്ല അസാധ്യ പ്ലെയേഴ്സായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ബ്രസീലിൻ്റെ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അധികം പ്രീമിയർ ലീഗിലും ഇതിൻ്റെ അകത്തെല്ലാം കളിക്കുന്ന പ്ലെയേഴ്സാണ്. പിന്നെ ഒന്നെങ്കിൽ നെയ്മർ തിരിച്ചു വരണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസീൽ വേഗതയുള്ള പ്ലെയേഴ്സ് ഇല്ല. ഇപ്പോഴുള്ള ഹെവി സ്പീഡ് ഗെയിമാണ്. അപ്പോൾ ഇപ്പോൾ ബ്രസീലിനൊരു പഴയൊരു പ്ലെയർ ഉണ്ടായിരുന്നു. അയാൾ ബ്രസീലിൻ്റെ ടൈമിൽ തന്നെ അവരുടെ കരിയർ വളരെ കളിച്ചിട്ടില്ല ബ്രസീലിന് വേണ്ടിയിട്ട്. ഡഗ്ലസ് കോസ്റ്റ എന്ന് പറഞ്ഞ പ്ലെയർ, അയാൾ ബയൺ മ്യൂണിച്ചിനെല്ലാം കളിച്ചതാണ്. ഇപ്പം 34 വയസ്സായി. പക്ഷേ അസാധ്യ വേഗതയുള്ള പ്ലെയറാണ്. ആ പ്ലെയറിനെല്ലാം തിരിച്ചു കൊണ്ടുപോകാൻ ട്രൈ ചെയ്യുക, അതും പറയാൻ പറ്റില്ല. അയാൾ ബ്രസീലിന് വേണ്ടിയിട്ട് അധികം ഗെയിമുകൾ കളിച്ചിട്ടില്ല. അസാധ്യ പ്ലെയറാണ്, എന്നാൽ വേഗതയുള്ള പ്ലെയറാണ്. ഇപ്പോൾ റഫീനൊന്നും ആ ഒരു വേഗത ഇല്ല. ഈവൻ വിനീഷ്യസ് ആയാലൊന്നും, അല്ലെങ്കിൽ ടാലൻറ്റ് വേണം. അത് ചിലപ്പോൾ ഈ വിനീഷ്യസിൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ ആൾ ചീത്ത വിളിക്കും. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അത്ര നല്ല പ്ലെയർ ആണെങ്കിൽ എംബാപ്പയും അവനും തമ്മിൽ ആ പൊസിഷനിൽ ഒരിക്കലും കോമ്പറ്റീഷൻ വരില്ലല്ലോ. വിനീഷ്യസ് അത്ര നല്ല പ്ലെയർ ആണെങ്കിൽ എംബാപ്പിനെക്കാട്ടിയും, അതായത് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് കളിച്ച സ്ഥലത്ത് ഇപ്പോൾ 2ാം കിട 3ാം കിട പ്ലെയേഴ്സാണ് ബ്രസീലിന് കളിക്കുന്നത്. അത് ചിലപ്പോൾ ഇനി എപ്പോഴാണ് ഇത് ലെവലായിട്ട് വരാമെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു റയൽ മാഡ്രിഡിന് കളിക്കുന്ന എൻട്രിക്കില്ലേ, അവനെല്ലാം ഒരു 5-8 കൊല്ലം കഴിഞ്ഞ് അവൻ വലിയൊരു പ്ലെയർ ആയി കഴിഞ്ഞാൽ അവൻ്റെ തോളിലാട്ട് കയറിയിട്ട് നടക്കേണ്ടി വരും ബ്രസീൽ ടീമിന്. പിന്നെ നെയ്മറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നെയ്മർ ഉള്ളതിൽ ബെറ്റർ നെയ്മറാണ്. പക്ഷേ നെയ്മറിന് എപ്പോഴും പരിക്കാണ്. പിന്നെ ബ്രൂണോ ഗിമറസ് ഉണ്ട്, അയാൾ ലാസ്റ്റ് അവസാനത്തെ കളിയിലൊന്നും കളിച്ചില്ല. പിന്നെ എല്ലാ സ്റ്റാൻഡേർഡ് ഗോളി ഒരു ബെൻഡോ എന്ന് പറഞ്ഞൊരു ഗോളി ഉണ്ടായത് പണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ബ്രസീലിന് വേണ്ടിയിട്ട് ദിദാ എന്ന് പറഞ്ഞിട്ടുള്ള ഗോളി. എന്താ ഗോളി! അയാൾ AC മിലാൻ്റെ ഗോൾ കീപ്പറായിരുന്നു. അത് ആ സ്ഥാനത്തന്നെ, അതായത് പ്ലെയേഴ്സിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഡിപ്പാണ്, വേറെ ഒന്നുമല്ല. അല്ലാണ്ട് അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. തിരിച്ചു വരും, ഒരു 5-10 കൊല്ലം എടുക്കും. പിന്നെ പറയാനും പറ്റില്ല.